നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം കോൺഫിഡൻറ്റ് വേണം. കോൺഫിഡൻറ്റ് എന്തിനാ? ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ. പിന്നെ കണ്ടന്റ് വേണം. കണ്ടന്റ് പിന്നെ സീനില്ല, നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അതാണ് കണ്ടന്റ്. ഏറ്റവും വലിയ ടാസ്ക് എടുത്ത വീഡിയോ ക്ലിപ്സ് ഒക്കെ ഒന്നാക്കി അതിനകത്ത് കാണിക്കേണ്ട ഫിൽറ്ററും എഫക്റ്റും കാണാൻ എല്ലാം കൂടെ ഇട്ടങ്ങ് എഡിറ്റ് ചെയ്തെടുക്കാനാണ് പണി. പിന്നെ ഈ എഡിറ്റ് ചെയ്ത വീഡിയോ ആരെങ്കിലും കളിയാക്കുമോ, അപ്ലോഡ് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിച്ച് എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി 3-4 മണിക്കൂർ എഫേർട്ട് എടുത്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്താലോ വ്യൂസ് പോരാ, ലൈക്സ് പോരാ, ചെയ്യുന്ന വീഡിയോസ് അത്ര പെർഫെക്ഷൻ ഇല്ല, ഇനിയും ഇമ്പ്രൂവ് ആകണം, എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഈ പരിപാടി നിർത്തിയാലോ എന്ന് വരെ തോന്നിയാലും വേണ്ട, ഇനിയും മുന്നോട്ട് പോകണം, ഇന്നല്ലെങ്കിൽ നാളെ ക്ലച്ച് പിടിക്കും എന്നൊരു വിശ്വാസത്തോടെയാണ് ഓരോ തുടക്കക്കാരായ കണ്ടന്റ് ക്രിയേറ്ററും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കണ്ടന്റ് ക്രിയേറ്റർ ആകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യം ആരും കരുതണ്ട. ഇനി നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആകണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ സിമ്പിളായിട്ട് 2 സ്റ്റെപ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം.